നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 4ാം ടെസ്റ്റ് കഴിഞ്ഞു. 5ാം ടെസ്റ്റ് 31-ാം തീയതി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആരംഭിക്കുകയാണ്. പക്ഷെ 4ാം ടെസ്റ്റിൻ്റെ അലയൊലികൾ, അതിലെ ആ ഷെയ്ഖാൻ്റെ വിവാദം, ഡ്രോ ആക്കാൻ വേണ്ടി ബെൻ സ്റ്റോക്സ് ഓഫർ ചെയ്ത കൈ വേണ്ടെന്ന് വെച്ച ഇന്ത്യൻ ടീമിൻ്റെ നടപടി, അത് ശരിയാണോ അല്ലയോ, ബെൻ സ്റ്റോക്സിൻ്റെ നടപടിയാണോ ശരിയാവാത്തത് എന്നൊക്കെയുള്ള ചർച്ചകൾ രണ്ടു ഭാഗത്തും കൊഴുക്കുകയാണ്. ഇപ്പോൾ ജൊനാഥൻ ട്രോട്ട്, ഇംഗ്ലണ്ടിൻ്റെ മുൻ താരമായ ജൊനാഥൻ ട്രോട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ചില എത്തോസും കോഡും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യ അതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. ജിയോ സ്റ്റാറിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സ്റ്റോക്സിൻ്റെ മനസ്സിൽ കളി സമനിലയായി, ഗെയിം ഈസ് ഡൺ എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഇംഗ്ലണ്ട് പേഴ്സണൽ മൈൽ സ്റ്റോൺ അവരുടെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്ന്. അതെൻ്റെ വ്യൂ ആണ്. മേ ബി ഇപ്പോൾ ഒരാൾ സെഞ്ചുറിക്കടുത്തേക്ക്, അവരുടെ മെയ്ഡൻ സെഞ്ചുറിയാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു ലിറ്റിൽ ബിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ അപ്പോൾ പറയേണ്ടത്, ബെൻ സ്റ്റോക്സ് ആ സമയത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള രീതി അത് വളരെ ക്ലിയറാണ്. അപ്പോൾ ഇതേ സമയത്ത് ഇംഗ്ലീഷ് താരങ്ങൾ സെഞ്ചുറിക്ക് അടുത്തൊക്കെ നിൽക്കുകയാണ്, സെയിം സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദേ പ്രോബബ്ലി വുഡ് ഹാവ് ഷുക്ക് ദി ഇന്ത്യൻ ക്യാപ്റ്റൻസ് ഹാൻഡ് ഇഫ് ദേ ഓഫേർഡ്. ഇപ്പോൾ ശുഭൻ ഗില്ല് ആ സമയത്ത് ഇംഗ്ലീഷുകാരാണ് ബാറ്റ് ചെയ്യുന്നത്, അവർ സെഞ്ചുറിക്ക് അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ശുഭൻ ഗില്ല് പോയി സമനിലയ്ക്ക് കൈ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവർ കൈ കൊടുക്കും, സെഞ്ചുറിക്ക് വേണ്ടി കളി നീട്ടില്ല എന്നാണ് ട്രോട്ട് പറയുന്നത്. ഈ ശുഭൻ ഗിൽ വെന്റ് അപ്പ് ടു ദി ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ ആൻഡ് ദേ വെയർ ഇൻ ദി സെയിം പൊസിഷൻ, ദേ വുഡ് ഹാവ് വാക്ക്ഡ് ഓഫ്. അവർ കളി നിർത്തി സമ്മതിച്ച് കയറി പോയിട്ടുണ്ടാവുമായിരുന്നു. ദാറ്റ്സ് വാട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് അബൌട്ട്. അത് വളരെ ഹാർഡായിട്ട് കളിക്കും, എന്നാൽ ഫെയർ ആയിട്ടായിരിക്കും കളിക്കുക. അതോടൊപ്പം തന്നെ ഒരു കോഡ് അവിടെ ഉണ്ടല്ലോ, എ സോർട്ട് ഓഫ് എത്തോസ് അവിടെയല്ലേ. അങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ റെസ്പെക്റ്റിൽ അങ്ങനെയാണ് കളിക്കേണ്ടത്. അപ്പോൾ അതാണ് ആ മൊമെൻറ്റിൽ ഇന്ത്യക്കാരിൽ നിന്ന് സ്റ്റോക്സ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് തിരിച്ചു കിട്ടിയില്ല എന്നാണിപ്പോൾ ജൊനാഥൻ ട്രോട്ട് പറയുന്നത്. പറഞ്ഞാൽ അവിടെ ഒരു ഡിസ്റെസ്പെക്റ്റ് ഉണ്ടായി. ഇന്ത്യ ഡിസ്റെസ്പെക്റ്റഡ് ദി ടെസ്റ്റ് ക്രിക്കറ്റ് എ ബിറ്റ് ബൈ ഗോയിങ് ഫോർ പേഴ്സണൽ മൈൽ സ്റ്റോൺ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റ്ഫുൾ ഹാൻഡ് ഷേക്ക് എന്നാണ് ജൊനാഥൻ ട്രോട്ടിൻ്റെ അഭിപ്രായം. എന്തൊക്കെ അഭിപ്രായങ്ങളാണല്ലേ. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ട് തന്നെ സർ അലിസ്റ്റർ കുക്ക് പറഞ്ഞിട്ടുണ്ട്. അലിസ്റ്റർ കുക്ക് പറഞ്ഞത്, നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഹാരി ബ്രൂക്കിൻ്റെ ആ 37 കിലോ മെയിൽ പെർ അവർ ബോളല്ല ഭാവിയിൽ ഓർക്കാൻ പോവുക. അത് വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും ജഡേജയുടെയും ഒക്കെ പോരാട്ടവീരിയും അവരുടെ സെഞ്ചുറികളുമാണ് എന്ന് സർ അലിസ്റ്റർ കുക്ക് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.